നമ്മുടെ നീതിയും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഈ അന്ത്യകാലത്തെ വിടുതൽ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് 2011 തിരുവനന്തപുരം ജില്ലയിൽ പറണ്ടോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങൾ ശുശ്രൂഷകൾക്കായി കടന്നു ചെന്നപ്പോൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന അസ്വാഭാവികവും വിചിത്രവുമായ ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവിത കഥ നിങ്ങളുടെ നടുവിലേക്ക് ഞാൻ പറയുകയാണ്. ഞങ്ങൾ 2011 പറണ്ടോട് എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടിയുള്ള ശുശ്രൂഷകൾക്കും വേണ്ടി കടന്നു പോകുന്ന സമയത്ത് അവിടെ വിചിത്രമായ ഒരു കാര്യം ഞങ്ങൾ കണ്ടു. ഒരു മുറിയിൽ, ആരും കയറാൻ ഭയപ്പെടുന്ന ഒരു മുറിയിൽ കൈകാലുകളൊക്കെ ഷോള് കൊണ്ടും തുണി കൊണ്ടും വരിഞ്ഞു മുറുക്കിയ അനുഭവത്തിൽ അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കിയ അവസ്ഥയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സത്യത്തിൽ ഓക്കാനം വരും. കാരണം അവളുടെ ശരീരത്തിലെ ത്വക്കുകളെല്ലാം അളിഞ്ഞ് അഴുകി പോകുന്ന ഒരു പ്രത്യേകതരം രോഗാവസ്ഥയിലുള്ള പെൺകുട്ടിയാണത്. അതുമാത്രമല്ല, അവൾക്ക് മാനസികമായ ഒരു രോഗമുണ്ട്. മാനസിക രോഗി കൂടിയാണ്. കാര്യങ്ങളെ ആരെയും തിരിച്ചറിയുന്നില്ല. അപ്പനെയും അമ്മയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ആ പെൺകുട്ടി നിൽക്കുകയാണ്. ഉടനെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെ ഞങ്ങളെ നിർബന്ധിച്ചു, നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരു അത്ഭുത സൗഖ്യമായി മാറിയാൽ ആ നാട്ടിൽ തന്നെ ഒരു വലിയ സാക്ഷ്യമായി മാറുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ടുപോയ പലരും ഞങ്ങളോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവളുടെ ഉള്ളിൽ നിന്ന് ധാരാളം തരത്തിലുള്ള ഭൂതങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ അഴിഞ്ഞു മാറുകയും ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞതോടുകൂടി ആ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ചീഞ്ഞളിഞ്ഞ സ്കിൻ ഡിസീസ് എല്ലാം മാറിയിട്ട് നോർമൽ സ്കിൻ ഉണ്ടാകുകയും ദുർഗന്ധം വമിക്കുന്ന അവളുടെ ശരീരത്തിൽ നിന്ന് വ്രണങ്ങളുണ്ട് എങ്കിൽ പോലും ഭേദപ്പെട്ട അളവിലേക്ക് ആ പെൺകുട്ടി മാറുകയും ചെയ്തു. മെല്ലെ മെല്ലെ അവളുടെ മാനസിക സ്ഥിതിയും സ്വസ്ഥമാകാൻ തുടങ്ങി. അപ്പനെയും അമ്മേനെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ തുടങ്ങി. ഒരു പൊതുവിടത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്ര അക്രമങ്ങൾ കാണിക്കാത്തൊരളവിൽ അവൾ മാനസികമായും സൗഖ്യമായി. ആ ദിവസങ്ങളിൽ ഈ വിടുതലിൻ്റെ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുന്നയാളെന്ന അളവിൽ തുടർമാനമായി എനിക്ക് ധാരാളം തവണ ആ പെൺകുട്ടിയെ കൗൺസിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ മേലുള്ള ഭൂതങ്ങളെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന അവളെ മാനസിക രോഗിയാക്കി മാറ്റി അവളെ ഒരു തീർത്താൽ മരുന്നുകൊണ്ട് തീർക്കാൻ കഴിയാത്തൊരു രോഗിയാക്കി മാറ്റി ആ മുറിക്കകത്ത് അടച്ചിരുന്ന ആ ദുരാത്മാവിനോട് എനിക്ക് പേഴ്സണലി ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയെ കൗൺസിൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിൽ ഞാൻ അവളുടെ പൂർവ്വകാല ഓർമ്മകൾ, അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടി അവളുടെ പഴയ ചില കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഏത് സ്കൂളിലാണ് മോള് പഠിച്ചത്? ഏത് സ്കൂളിലെ അധ്യാപകരെ നിനക്ക് ഓർമ്മയുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ നിനക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്? നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയും കർത്താവിന് അവളോടുള്ള വലിയ സ്നേഹവും നിമിത്തം അവൾ വളരെ പെട്ടെന്ന് തന്നെ അവളുടെ പഴയ കാല ഓർമ്മകളിലേക്ക് അവൾ യഥാസ്ഥാനപ്പെടുകയും അവൾ ആ ഓർമ്മകൾ എന്നോട് പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ ഓർമ്മകൾ കറക്റ്റാണോ ശരിയാണോ എന്നറിയാൻ വേണ്ടി അവളുടെ മാതാപിതാക്കളോട് ഞാൻ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ വിവരങ്ങൾ സംസാരിക്കുകയും അത് കൃത്യപ്പെടുത്തുകയും ചെയ്യും. കാരണം ഒരു മനോരോഗാവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടി പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഹാലൂസിനേറ്റഡ് ആയിരിക്കാം, ഒരുപക്ഷെ അതിനകത്ത് എക്സാജറേഷനുകൾ ഉണ്ടായിരിക്കാം, അതിനകത്ത് സങ്കല്പങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇതൊക്കെ റിയാലിറ്റി ആണോ എന്നറിയാൻ റിയാലിറ്റിയിൽ നന്നായി ബോധ്യമുള്ള അവരുടെ മാതാപിതാക്കളോട് ഞാനിത് കൗൺസിലിങ്ങിന് ശേഷം, ഡെലിവറൻസ് പ്രയറിന് ശേഷം, ഇന്നർ ഹീലിംഗ് സെഷന് ശേഷം വരികയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ മോൾ എന്നോട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഭയങ്കര മിടുക്കിയായിരുന്നു പഠിക്കാൻ. ഞാൻ എൻ്റെ സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായി മാറേണ്ട കുട്ടിയായിരുന്നു. എനിക്ക് എല്ലാ ക്ലാസ്സുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് എല്ലാ സബ്ജക്റ്റിനകത്തും നല്ല മാർക്കുണ്ടായിരുന്നു. 95% എനിക്ക് എല്ലാ സബ്ജക്റ്റിലും മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ മാതാപിതാക്കളെ ആ കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചു, മകൾ ഇങ്ങനെ പറയുന്നു, അത് ശരിയാണോ? അപ്പോഴവർ നിറകണ്ണുകളോടുകൂടി എന്നോടുകൂടി പറയുകയാണ്, അതേ പാസ്റ്ററെ, അത് സത്യമാണ്. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും വരെ ഇവൾ വളരെ ബ്രില്യൻ്റായി ഇൻ്റലിജൻ്റായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, ഇവൾക്ക് എന്തെങ്കിലും ട്യൂഷനോ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതിനൊത്തുമുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലാത്തൊരു ഭവനത്തിലാണ് പെൺകുട്ടി ജനിച്ചു വളർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ട്യൂഷനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സുകളോ ഒന്നുമില്ലാതെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് പഠിക്കുന്ന ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. ഹല്ലേലൂയ.
അപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്പരന്ന് പോയി. ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും വിദ്യാഭ്യാസത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി ഈ കാണുന്ന അവസ്ഥയിൽ എങ്ങനെ ആയിത്തീർന്നു? അപ്പോൾ അവരുടെ മാതാപിതാക്കൾ എന്നോട് പറയുകയാണ്, എനിക്കറിയത്തില്ല പാസ്റ്ററെ, പക്ഷെ 10ാം ക്ലാസ്സിൽ ഇവൾ ആയിക്കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ ഉടനെ പിന്നീട് പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കര തലവേദനയാണ്, ഇവളുടെ കണ്ണ് വേദനയാണ്, ഇവളുടെ കണ്ണ് നിറഞ്ഞു വെള്ളം വരുന്നത് പോലെ തോന്നും. അങ്ങനെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അവളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, കണ്ണുകൾ പരിശോധിച്ചു. കണ്ണുകൾ പരിശോധിച്ചതിനെ തുടർന്ന് അവളുടെ കണ്ണിനകത്ത് കാഴ്ചക്കുറവുണ്ട് എന്ന് കണ്ടെത്തുകയും തുടർന്ന് അവൾക്ക് ധരിക്കുന്നതിന് വേണ്ടി കണ്ണട കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് സൗഖ്യമായോ, എന്നിട്ട് സുഖമായോ? അപ്പോൾ ഇല്ല, കണ്ണട വെക്കുമ്പോൾ പിന്നെയും തലവേദന. പിന്നെ ക്രമാനുഗതമായി മാസങ്ങൾക്കകത്ത് ഇവൾക്ക് പുസ്തകം കാണുമ്പോൾ വലിയ അലർജിയാകാൻ തുടങ്ങി. ഇവൾ പാഠപുസ്തകങ്ങൾ വലിച്ചു കീറാൻ തുടങ്ങി, ഇവൾ പിച്ചുമ്പേയും പറയാൻ തുടങ്ങി, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കാൻ തുടങ്ങി. ക്രമാനുഗതമായി അവളുടെ ശരീരത്തിൽ ചൊറിച്ചിലുകൾ ഉണ്ടാകാൻ തുടങ്ങി, വ്രണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ വ്രണങ്ങൾ ഓരോന്നായിട്ട് പൊട്ടി പഴുത്തളിയുന്ന അനുഭവങ്ങളിലേക്ക് ആ പെൺകുട്ടിയുടെ ശരീരം മാറ്റപ്പെടാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഇവളുടെ തലമുടിയെല്ലാം കൊഴിയാൻ തുടങ്ങി, കൺപുരികങ്ങൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി, തല മുഴുവൻ മുട്ടയടിച്ചതുപോലെ, കഷണ്ടി കയറിയതുപോലെ, ഒരു മുടി പോലും ഇല്ലാതെയായി. ക്രമേണ ഇവൾ അസ്വാഭാവികമായ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും തുടർമാനമായ അവർ അനേകയിടങ്ങളിൽ കൊണ്ട് ചികിത്സിപ്പിച്ചുവെങ്കിലും അനേകയിടങ്ങളിൽ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുവെങ്കിലും ഒരു അത്ഭുതമോ ഒരു വിടുതലോ ഒരു മാറ്റമോ കാണാതായപ്പോൾ തുടർമാനമായി ഇവൾ അക്രമം കാണിക്കാൻ തുടങ്ങിയതുകൊണ്ട്, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നത് കൊണ്ട്, ഉരിഞ്ഞു കളയുന്നത് കൊണ്ടൊക്കെ ഒരു മുറിക്കകത്ത് ഈ പെൺകുട്ടിയെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതും അവളുടെ അകത്ത് അങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദുർഭൂതങ്ങളെ ഞങ്ങൾ പുറത്താക്കുന്നതും ഞങ്ങളുടെ കൗൺസിലിംഗ് സെഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ അമ്മ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിറ്റേ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെയും ഒരു കൗൺസിലിംഗ് സെഷന് ഈ കുട്ടിയെ അറ്റൻഡ് ചെയ്യുകയാണ്. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, മോളെ, നിനക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ നിന്റെ 10ാം ക്ലാസ്സിലെ ജീവിതത്തെക്കുറിച്ച്? നിനക്ക് അറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും അധ്യാപകർ, നിന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും നിനക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? പെട്ടെന്ന് അവൾ എന്നോട് പറഞ്ഞ കാര്യം വളരെ വിചിത്രമായിരുന്നു. ആ വിചിത്രമായ ഒരു കാര്യമാണ് അതിനുശേഷം 2011 ശേഷം ഈ വിടുതലിൻ്റെ ശുശ്രൂഷകളിൽ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുവാൻ കാര്യമായ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിശയിലേക്ക് കൂടി ഞങ്ങളുടെ പഠനങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ പഠനങ്ങൾ മാറാനുള്ളൊരു നിമിത്തം കൂടിയായിരുന്നു ആ പെൺകുട്ടി. ആ പെൺകുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ്, അങ്കിളെ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ എത്തിയ സമയത്ത് ഞങ്ങളുടെ ഈ ഡിവിഷനിൽ പഠിക്കുന്ന, അതായത് 10A 10B എന്ന് പറയുന്നത് പോലെ 10Eയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ഇൻ്റർവെൽ സമയത്ത് എൻ്റെ അടുക്കിലേക്ക് വന്നു. ഞാൻ അവളെ കണ്ടിട്ട് കൂടിയില്ല, ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല, അവളെൻ്റെ കൂട്ടുകാരിയല്ല, ഞങ്ങൾ കണ്ടിട്ട് കൂടിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ അവൾ എൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്കൊരു കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് സമ്മാനിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിൻ്റെ അടുത്തുണ്ടായിരുന്ന കുട്ടികൾക്ക് കൊടുത്തോ? ഇല്ല, ആർക്കും കൊടുത്തില്ലെങ്കിൽ എനിക്ക് മാത്രമേ തന്നുള്ളൂ. ഞാൻ ചോദിച്ചു, മോളത് കഴിച്ചോ? കാഡ്ബറി അല്ലേ, ഞാനത് കിട്ടിയ ഉടനെ ഞാനത് കഴിച്ചു, ഞാനത് മുഴുവൻ അത് കഴിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീടാണ് ഈ പറയപ്പെടുന്ന സവിശേഷകരമായ കാര്യങ്ങൾ അവളുടെ മേൽ സംഭവിക്കുന്നതും അവളുടെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയുന്നതും അവൾക്ക് രോഗമുണ്ടാകുന്നതും മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ഈ പറയപ്പെടുന്ന ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷമാണ്. അപ്പോൾ അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു ബോധ്യം നൽകി, ഏതോ ഒരു കൈവിഷം അല്ലെങ്കിൽ ഏതോ ഒരു ആഭിചാര ശക്തി ഈ പറയപ്പെടുന്ന പ്രത്യേകതരം ചോക്ലേറ്റിലൂടെ അവളുടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. ഞാൻ അങ്ങനെ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ അകത്തിരുന്ന ദുരാത്മാവ് അസ്വസ്ഥപ്പെട്ട് വെളിപ്പെട്ട് വന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്, കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഈ ശരീരത്തിൽ വസിക്കുകയാണ്, എന്നെ കണ്ടുപിടിക്കില്ല എന്ന് ഞാൻ കരുതിയതാണ്, നീ ആരാണ് എന്നെ കണ്ടുപിടിക്കാൻ? ഞാൻ ആ ദുരാത്മാവിനോട് പറഞ്ഞു, ഇല്ല, നിന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടിരിക്കുന്നു, നീ എന്തിനാണ് ഈ ശരീരത്തിനകത്ത് കയറിയത്? ഉടനെ അവൻ എന്നോട് ഇങ്ങനെ പറയുകയാണ്, ഇവൾ കഴിച്ച ഭക്ഷണ പദാർത്ഥത്തിലൂടെ, കൈവിഷത്തിലൂടെയാണ് ഞാൻ ഇവളുടെ വയറ്റിനകത്ത് കയറുകയും പിന്നീട് തുടർമാനമായി ഇവളുടെ മുഴുവൻ ശരീരത്തിൻ്റെ സംവിധാനങ്ങളും എൻ്റെ കൺട്രോളിലാക്കപ്പെടുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, ആര് എന്തുദ്ദേശത്തിനാണ് നിന്റെ ഈ ശരീരത്തിലേക്ക് പറഞ്ഞയച്ചത്? അപ്പോഴാണ് വിചിത്രമായ ആ കാര്യം, ആ ഭൂതം എന്നോട് പറഞ്ഞു തരുന്നത്. അതിങ്ങനെയായിരുന്നു, 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിയുമ്പോൾ ഇവൾ ആ സ്കൂളിൽ ഏറ്റവും ഉയർന്ന മാർക്കുള്ള വ്യക്തിയായി മാറും, അല്ലെങ്കിൽ കുട്ടിയായി മാറും. അതുകൊണ്ട് കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഡിവിഷനിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇവളോട് ഭയങ്കര അസൂയ ഉണ്ടായി. അവളുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് മാത്സിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിന് ട്യൂഷൻ ഉണ്ട്, എനിക്ക് ഇന്നതിന് സയൻസിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഇത്രയും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിട്ടും എനിക്ക് മേടിക്കാൻ പറ്റാത്ത
മാർക്ക് ഒരു ക്ലാസ്സും ഇല്ലാതെ അവൾ മേടിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ മകൾ ആ വർഷത്തെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയായി മാറണമെന്നുള്ള താല്പര്യത്തിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഈ കുട്ടി ആരാണെന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം ഇവർ എവിടെയോ ചെന്ന് ഒരു വിഷ് ക്രാഫ്റ്റ് ചെയ്ത് ഒരു മന്ത്രവാദം ചെയ്ത് ഒരു കൈവിഷം ഉണ്ടാക്കിയിട്ട് അത് ചോക്ലേറ്റിന്റെ രൂപത്തിൽ ഒരു വിഗ്രഹാർപ്പിത രൂപത്തിൽ മലിനമാക്കപ്പെട്ട ഒരു ഭക്ഷണ വസ്തുവായി ഇരുട്ടിന്റെ ദുരാത്മാക്കളെ സന്നിവേശിപ്പിച്ച ഒരു ഭക്ഷണ പദാർത്ഥമായി അത് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയും ആ കുട്ടി അത് ഈ പ്രിയപ്പെട്ട മകൾക്ക് കൊടുക്കുകയും അവൾ അത് കഴിക്കുകയും തുടർമാനമായി അവളുടെ ജീവിതം ഇങ്ങനെ ദുസ്സഹമായി മാറുകയും ചെയ്തു. അവൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയില്ല, അവൾക്ക് +1 പഠിക്കാൻ കഴിഞ്ഞില്ല. 18 വയസ്സുകൾ അല്ലെങ്കിൽ 14 മുതൽ 4 വർഷങ്ങൾ അവളുടെ ജീവിതത്തിൽ നിന്ന് നശിച്ചുപോയി. എന്നാൽ കർത്താവിന്റെ കൃപ ഇന്ന് അവൾ വളരെ സന്തോഷവതിയായിരിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അവളുടെ മേൽ നിന്ന് ഭൂതങ്ങൾ അലറി മാറുകയും വിടുതൽ പ്രാപിക്കുകയും അവളുടെ മനോരോഗം സൗഖ്യമാകുകയും അവളുടെ ശരീരത്തിലെ രോഗങ്ങൾ സൗഖ്യമാകുകയും പിന്നീട് അവൾ 10ാം ക്ലാസ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എഴുതിയെടുക്കുകയും ഉയർന്ന മാർക്കോടുകൂടി തുടർമാനമായി അവൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ അവളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു നല്ല ജീവിതം നയിക്കുകയും ചെയ്യുന്നു. ഞാനിത് പറയാനുള്ള കാരണം 2011 ഇത് സംഭവിക്കുന്നത്. 2025 ഇതുപോലെയുള്ള വിച്ച് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലൂടെ അല്ലെങ്കിൽ കൈവിഷങ്ങളിലൂടെ ഇരുട്ടിന്റെ ദുരാത്മാക്കൾ വ്യക്തികളിൽ കയറുകയും പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രാചീനമായ അല്ലെങ്കിൽ അപരിഷ്കൃതമായ രീതി വ്യക്തികളെ തകർക്കാൻ, വ്യക്തികളുടെ കഴിവുകളെ തകർക്കാൻ, വ്യക്തികളുടെ കുടുംബങ്ങളെ തകർക്കാൻ, മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ വാസ്തവമായും യേശുക്രിസ്തുവിന്റെ തലയോളം വളരാൻ ആഗ്രഹിക്കുന്ന, ദൈവരാജ്യത്തിലെ എല്ലാ നന്മകളും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇരുട്ടിന്റെ ഒരു സ്വാധീന ശക്തികളും ഞങ്ങളെ തടയരുതെന്ന് വാസ്തവമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടി നിങ്ങൾക്ക് നല്ല അറിവുണ്ടാകണം. കാരണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഉദരത്തിനകത്തും നിങ്ങളുടെ ശരീരത്തിനകത്തും പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹാർപ്പിതങ്ങളായ കൈവിഷങ്ങളിലൂടെ പിശാചും ഭൂതങ്ങളും നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത ഇല്ലാതാക്കുകയും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ തകർക്കുകയും നിങ്ങളുടെ സാമ്പത്തിക നിലവാരങ്ങളെ തകർക്കുകയും അങ്ങനെ നിങ്ങളെ മുഴുവൻ രോഗിയാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന പല തരത്തിലുള്ള കൈവശത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഞാനതിനെ കൂടുതൽ വിശദമായി തന്നെ താഴേക്ക് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കൈവിഷം? നമുക്കതിനൊരു നിർവചനം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഞാനൊരു ചെറിയ അല്ലെങ്കിൽ വളരെ ഡെപ്തുള്ള, എന്നാൽ അതിനെ കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല. കാരണം 30 മിനിറ്റിന് താഴെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയുകയില്ല. പോയിന്റായി വിശദീകരിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നു. എന്താണ് കൈവശം, അല്ലെങ്കിൽ എന്താണ് കൈവശമെന്ന് നമുക്ക് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മൾ ചിന്തിക്കുന്ന പോലെ പലതരത്തിലുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യമാണ് കൈവിഷത്തെ പവർഫുള്ളാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ കൈവിഷങ്ങളെ പ്രവർത്തന സജ്ജമാക്കി മാറ്റുന്ന ഒരൊറ്റ ഘടനയാണ്, ഒരൊറ്റ പ്രവർത്തന തത്വമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഭൂതങ്ങൾക്കും ഇരുട്ടിൻ്റെ ശക്തികൾക്കും മുമ്പിൽ അർപ്പിക്കുകയും അവയെ സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു വ്യക്തിയെ തകർക്കാനും നിയന്ത്രിക്കാനും ആകർഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു അപരിഷ്കൃതമായ രീതിയാണ് കൈവിഷം. അതായത് ഇരുട്ടിൻ്റെ ദുരാത്മാക്കൾക്ക് മുമ്പിൽ വിഗ്രഹാർപ്പിതങ്ങളെ പോലെ സമർപ്പിക്കുകയും അവയുടെ ശക്തിയെ ആ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സന്നിവേശിപ്പിക്കും. ഈ പ്രത്യേക ആവശ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ തകർക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ആകർഷിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. 3 പ്രധാനപ്പെട്ട പർപ്പസുകളാണ് കൈവിഷത്തിനുള്ളത്. 1 ടു ഡിസ്ട്രോയ്, 2 ടു കൺട്രോൾ, 3 ടു അവരുടെ ശ്രദ്ധ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതിന്. ഇപ്പം ഈ 3 പർപ്പസിന് വേണ്ടിയാണ് കൈവിഷങ്ങൾ ഉപയോഗിക്കുന്നത്. 1 തകർക്കുന്നതിന് വേണ്ടി, 2 നിയന്ത്രിക്കുന്നതിന് വേണ്ടി, 3 അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട പർപ്പസുകൾക്ക് വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഇരുട്ടിൻ്റെ ശക്തികളുമായി ഒരു നിയമമുണ്ടാക്കിക്കൊണ്ട് മറ്റൊരുവനെ കൊണ്ട് അറിയാതെ ഇത് കഴിപ്പിക്കുകയും അവരുടെ ഉദരത്തിൽ അത് ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവരുടെ മുഴുവൻ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന അളവിൽ ഭൂതങ്ങൾക്ക് അവകാശവും അധികാരവും കൊടുക്കുന്ന ഒരു പ്രാചീനമായ രീതിയാണ് കൈവിഷം. അത് ശരി ബ്രദറെ, ഈ ഇല്ലാത്ത കഥ പറയുന്നത് എന്തിനാണ്? ഈ
ഇല്ലാത്ത കഥ പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ചിലരൊക്കെ നമ്മുടെ നടുവിലുണ്ട്. ഇങ്ങനെ പറയുന്ന സഹോദരന്മാരോട് സ്നേഹത്തോടൊരു ചോദ്യം. 2011 ഞാൻ കണ്ടുമുട്ടിയ ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ഇല്ലാത്ത കഥയായിരുന്നോ? നിങ്ങളൊന്ന് പറയൂ. ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ വീടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ ഇല്ലാ കഥകളാണോ? ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഡെലിവറൻസ് കുടുംബങ്ങൾക്കകത്ത് നടക്കുന്നത് ഇല്ലാ കഥകളാണോ? നിങ്ങൾക്കതൊരു പക്ഷേ ഒരു ഇല്ലാ കഥയായി തോന്നിയേക്കാം. കാരണം നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ സാമ്പത്തിക വളർച്ച നന്നായിരിക്കുന്നു, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നന്നായിരിക്കുന്നു, നിങ്ങളുടെ സ്വഭാവം നന്നായിരിക്കുന്നു, നിങ്ങൾ അനുദിനം മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിതൊരു പക്ഷേ റെലവൻ്റ് ആയി തോന്നണമെന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, എത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു പുരോഗതിയും കണ്ടെത്താൻ കഴിയാതെ, കോടികളുടെ സ്വത്തുണ്ടായിട്ടും ഒരു രൂപ പോലും എടുത്ത് അനുഭവിക്കാൻ കഴിയാതെ, ആരോഗ്യമുണ്ടായിരുന്ന ഒരാൾ നിമിഷ നേരങ്ങൾ കൊണ്ട് കിടക്കയിൽ കിടന്നു പോകുന്ന അവസ്ഥയിൽ ഒരാൾ വീട്ടിലുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, എന്താണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലായി, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അറിവില്ലാതെ നിലവിളിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് സംസാരിക്കുക. അതുകൊണ്ട് ഇതില്ലാ കഥകളല്ല. വേദപുസ്തകം ഇതിനെക്കുറിച്ച് പറയുന്ന 2 പ്രധാനപ്പെട്ട വചനങ്ങൾ ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് എടുത്ത് കാണിച്ചതിന് ശേഷം എങ്ങനെയാണ് കൈവിഷം നിങ്ങളുടെ മേലുണ്ടോ എന്ന് തിരിച്ചറിയുന്ന അതിൻ്റെ ചെക്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതാണ്. ആദ്യമായി അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം പരിശോധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം സഭ സ്ഥാപിക്കപ്പെടുകയും പത്രോസ്, യോഹന്നാൻ, യാക്കോബ് തുടങ്ങിയ 12 അപ്പോസ്തലന്മാരുടെ ശക്തമായ ഉപദേശത്തിനകത്തും പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾക്കകത്തും സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ സ്വാതന്ത്ര്യവും വളരെ ശക്തമായ ദൈവപ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വചനം അല്ലെങ്കിൽ ഒരു കാര്യത്തെ പരിശുദ്ധാത്മാവ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ റെലവൻ്റ് ആണ്, അത് വളരെ ആവശ്യമുള്ളതാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു, ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ വർജിച്ചിരിക്കണമെന്ന് നാം അവർക്ക് എഴുതേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജാതികളിൽ നിന്ന് ധാരാളം ആൾക്കാർ യെരുശലേമിൽ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ ഉണർവിനകത്തോട്ട് വന്നു കയറുകയാണ്. മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന യെരുശലേം റിവൈവലിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഉണർവിനകത്തേക്ക്, അല്ലെങ്കിൽ ആ സഭയുടെ വളർച്ചയ്ക്കകത്തേക്ക് വിജാതിയർ വരികയാണ്. ധാരാളം യവനന്മാർ കടന്നു വരികയാണ്. ധാരാളം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവർ കടന്നു വരികയാണ്. വിഗ്രഹങ്ങളെ ആരാധിച്ചു വിഗ്രഹാർപ്പിതങ്ങൾ കഴിച്ചു കൊണ്ടിരുന്ന ഇവർ സഭകളിലേക്ക് വന്നപ്പോൾ ഇവരുടെ അകത്ത് നിന്നും ഒരു കാര്യം വിടുവിക്കപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാർക്ക് ബോധ്യം കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ മേൽ കിടക്കുന്ന കൈവിഷങ്ങളെയും വിഗ്രഹമാലിന്യങ്ങളെയും പ്രാർത്ഥിച്ച് മുറിച്ച് അവയുടെ ശക്തികളിൽ നിന്ന് ആ ജനത്തെ സ്വതന്ത്രമാക്കുന്നതോടൊപ്പം തന്നെ ഒരു വാണിംഗ് പരിശുദ്ധാത്മാവ് സഭകൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: മേലിൽ വിഗ്രഹമാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം, അത് വർജിക്കണം. എന്തുകൊണ്ടത് വർജിക്കണം? കേവലം അത് ഭക്ഷണമല്ലേ, സ്തോത്രം ചെയ്തങ്ങ് കഴിച്ചാൽ പോരെ. പിന്നെ ഇതിലെന്താ പ്രശ്നം ഇരിക്കുന്നത്? ഏത് വിഗ്രഹമാലിന്യമാണെങ്കിലും, ഏത് ആഭിചാരം ചെയ്തതാണെങ്കിലും, ഏത് കൈവിഷമാണെങ്കിലും, ബ്രദറെ ഞങ്ങൾ സ്തോത്രം പറഞ്ഞങ്ങ് കഴിക്കും, അതിൽ പിന്നെ വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർ ഈ വചനത്തിന്റെ വ്യാഖ്യാനം എനിക്കൊന്ന് പറഞ്ഞു തരിക. പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്ന സമയത്ത്, പരിശുദ്ധാത്മാവ് നേരിട്ട് സഭയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാർ മുഖാന്തരം വിജാതിയിൽ നിന്ന് വന്ന് വിജാതീയരായ ജനസമൂഹത്തിന് വേണ്ടി എഴുതുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം കൊടുക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ വിഗ്രഹ മാലിന്യങ്ങളെ വർജിക്കണം. എന്താ അതിനകത്തുള്ള ആത്മീയ രഹസ്യം? കാരണം നിങ്ങൾ കർത്താവിലേക്ക് വരികയും ദൈവരാജ്യത്തിൽ വരികയും ചെയ്തു. നിങ്ങളുടെ മേൽ കിടന്ന പലതും ഇപ്പോൾ സ്വതന്ത്രമാക്കപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനിയും സ്വതന്ത്രമാക്കപ്പെടേണ്ട ചില ബന്ധനങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് ഇരിക്കിൽ പോലും മേലിൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കേണ്ടതിന്, മേലിൽ നിങ്ങളുടെ മേൽ കൂടുതൽ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ വരാതിരിക്കേണ്ടതിന് വിഗ്രഹമാലിന്യങ്ങളായ കൈവിഷങ്ങളെ ഒഴിഞ്ഞിരിക്കാൻ ഇതാ ഇവിടെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ ദൈവസഭകളോട് ഉപദേശിക്കുകയാണ്. മറ്റൊരു പുതിയ നിയമ വേദഭാഗം കൂടി ഞാൻ ഈ തരണത്തിൽ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുന്നു. അവിടെ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ മേശയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഇവിടെയും സംസാരിക്കുന്നത് ഫുഡിനെ കുറിച്ചാണ്, ഭക്ഷണത്തെക്കുറിച്ചാണ്, ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, അല്ല, ശ്രദ്ധിക്കുക, 1 കൊരിന്ത്യർ
10, 20, 21 വാക്യങ്ങൾ, 10-ാം അധ്യായത്തിന്റെ 20, 21 വാക്യങ്ങൾ. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. അപ്പൊ അതിനകത്ത് കൃത്യമാ, ജാതികർ വിഗ്രഹങ്ങളുടെ നടുവിൽ അർപ്പിക്കുന്ന ബലികൾ അത് സ്വീകരിക്കുന്നത് ദൈവമല്ല, അത് ഭൂതങ്ങളാണ്, ദുർഭൂതങ്ങളാണ്. പിശാചിന്റെ സേനയിൽ അധിഷ്ഠിതമായിരിക്കുന്ന, സേനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വീണുപോയ ദൂതന്മാരും അവരുടെ കീഴിലുള്ള ഭൂതങ്ങളുമാണ് ഈ പറയുന്ന വിഗ്രഹാർപ്പിതങ്ങളും ബലികളും സ്വീകരിക്കുന്നത്. ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്ര. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെന്നിട്ട് ഭൂതങ്ങളുമായി കൂട്ടാളികൾ, അല്ലെങ്കിൽ ഭൂതങ്ങളുമായി കൂട്ടുകൂടുന്ന, ഭൂതങ്ങളുമായി കൂട്ടായ്മയുണ്ടാകുന്ന, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തികളുമായി കവനന്റ് ഉണ്ടാക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതിനർത്ഥം വിഗ്രഹാർപ്പിതങ്ങളായ കൈവിഷങ്ങൾ കഴിക്കുന്നതിലൂടെ നാം ഓരോരുത്തരും ഭൂതങ്ങളുമായി കൂട്ടാളികളാകുകയാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ വിശദീകരിക്കുകയും വ്യക്തമാക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നത്. ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന കൈവിഷം നാം കഴിക്കുന്നതിലൂടെ നാം ഭൂതങ്ങളുമായി കൂട്ടാളികളാകുകയാണ്. അവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ അങ്ങനെ ആകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും, അതായത് സഭയിൽ നുറുക്കപ്പെടുന്ന അവൻ്റെ ശരീരത്തിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. വേണമെന്ന് വെച്ചാൽ കുടിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെന്ന് വെച്ചാൽ കഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും നിയന്ത്രിക്കാനല്ല ഞാനിത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശ കഴിക്കാം, നിങ്ങൾക്ക് അപ്പം കഴിക്കാം, നിങ്ങൾക്ക് പാനപാത്രത്തിൽ കുടിക്കാം. എന്നിട്ട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റു വിഗ്രഹാർപ്പിതങ്ങളും കഴിക്കാം, നിങ്ങൾക്ക് കൈവിഷങ്ങളും കഴിക്കാം. കഴിക്കരുത് എന്നല്ല പറയുന്നത്. എന്നാൽ നിങ്ങൾ കഴിക്കുമ്പോൾ ഭൂതങ്ങൾക്ക് കൂട്ടാളികളാകുകയും നിങ്ങളുടെ ശരീരങ്ങളെ ഭൂതങ്ങൾക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ് എന്നുള്ള ആത്മീയ രഹസ്യം നിങ്ങൾ അറിയുക. എന്നിട്ട് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. ഇറ്റ്സ് നോ, 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 നെവർ, ഡു നോട്ട് എന്ന വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട്? അരുത്, പാടില്ല. നിങ്ങൾ കർത്താവിലാണെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തിരിക്കുന്നു ബ്രദറെ? ഒരു ചോക്ലേറ്റിൽ എന്തിരിക്കുന്നു? ഒരു പായസത്തിൽ എന്തിരിക്കുന്നു? ഒരു നെയ്ച്ചോറിൽ എന്തിരിക്കുന്നു? ഒരു ഇന്ന കാര്യത്തിൽ എന്തിരിക്കുന്നു? അത് കഴിച്ച് ദഹിച്ച് മറപ്പുരയിൽ പോകുമല്ലോ. അതിനകത്ത് എന്തിരിക്കുന്നു എങ്കിൽ ഈ വചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തന്നെ. എന്തിനാ ഇത് അറിയത്തില്ലേ പൗലോസിന്? പൗലോസ് പിന്നെ എന്തിന് വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, വിഗ്രഹങ്ങളുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്നത് ഭൂതങ്ങളുടെ കൂട്ടാളികൾക്ക് അർപ്പിക്കപ്പെടുന്നതാണ്, ഭൂതങ്ങൾക്ക് അർപ്പിക്കപ്പെടുന്നതാണ്. നിങ്ങൾ അത് പങ്കിടുമ്പോൾ നിങ്ങൾ ഭൂതങ്ങളുമായി സന്ധി ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ മലിനമാക്കുവാൻ മലിനപ്പെട്ട ആ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഭൂതങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ മലിനമാക്കപ്പെട്ട ഭക്ഷണം ഒരുവൻ കഴിക്കുന്നതിലൂടെ അവൻ ക്രിസ്തുവിലുള്ളവനാകട്ടെ അല്ലാത്തവനായിക്കൊള്ളട്ടെ. ഞാൻ എടുത്തു പറയുന്നു, അണ്ടർലൈൻ ചെയ്യുക. Those who are in Christ or not in Christ, those who are in church, not in church, those who are believe or those who are unbelieve, അത് വിഷയമല്ല. വിശ്വസിക്കുന്നവനോ അവിശ്വസിക്കുന്നവനോ, സഭയിലുള്ളവനോ സഭയിലില്ലാത്തവനോ ഏവനും ആയിക്കൊള്ളട്ടെ, ഒരുവൻ മലിനമാക്കപ്പെട്ട ഭക്ഷണവും പാനീയവും എന്നിവ കഴിക്കുന്നതിലൂടെ ഭൂതങ്ങൾ അവൻ്റെ ശരീരത്തിനകത്ത് പ്രവേശിക്കുകയും പ്രത്യേകിച്ച് അവൻ്റെ ഉദരത്തിനകത്ത് പ്രവേശിക്കുകയും ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കുന്ന പ്രോസസ്സിലൂടെ ഭൂതങ്ങൾ അവിടെ നിന്ന് ദഹിച്ച് ആ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള എന്തൊക്കെ അംശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പ്രവേശിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും ഭൂതങ്ങൾക്ക് ആക്സസ് ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, കൈവിഷം ദഹിക്കാതെ വയറ്റിൽ കിടക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. മേ ബി കിടന്നേക്കാം, അങ്ങനെയുള്ള കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. എന്നാൽ മോസ്റ്റ് കോമൺലി, ചിലപ്പോഴെന്നല്ല മോസ്റ്റ് കോമൺലി നല്ലൊരു ശതമാനവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിച്ച് നിങ്ങളുടെ ശരീരത്തിലെ പല അവയവങ്ങളിലെത്തുന്നു. ഞാൻ ഇന്ന് രാവിലെ കഴിച്ച ദോശ അത് ദഹിച്ച് എൻ്റെ കയ്യിലെത്തും, എൻ്റെ തലച്ചോറിലെത്തും, എൻ്റെ നാക്കിലെത്തും, എൻ്റെ കാതിലെത്തും, എൻ്റെ എല്ലുകളിലെത്തും, എൻ്റെ കാൽപാദങ്ങളിലെത്തും, കാൽമുട്ടുകളിലെത്തും, എൻ്റെ എൻ്റയർ സിസ്റ്റത്തിനകത്തോട്ട് ഞാൻ രാവിലെ കഴിച്ച ദോശ ദഹിച്ച് കഴിയുമ്പോൾ ബ്ലഡ് സർക്കുലേഷനിലൂടെ കടന്നെത്തും. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കിയേ, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിനകത്ത് എന്തുണ്ട്? ഞാൻ കഴിച്ച ദോശയുണ്ട്.
എൻ്റെ ഈ രക്തം കടന്നു ചെല്ലുന്ന തലച്ചോറിനകത്തേക്ക് പ്രവേശിക്കപ്പെടുന്ന മിനറൽസും വൈറ്റമിൻസും ഈ ദോശയിൽ നിന്നുള്ളതാകയാൽ എൻ്റെ തലച്ചോറിനകത്തോട്ട് കയറുന്ന രക്തത്തിൻ്റെ അണുക്കൾക്കുള്ളിൽ, ശ്വേതരക്താണുക്കൾക്കുള്ളിൽ, പ്ലാസ്മയ്ക്കുള്ളിൽ എന്തുണ്ട്? ദോശയുണ്ട്, ദോശയുടെ മൂലകങ്ങളുണ്ട്. ദോശയുടെ മൂലകങ്ങൾ ഉള്ളതുപോലെ വിഗ്രഹാർപ്പിതങ്ങളായ കൈവിഷങ്ങൾ കഴിക്കുമ്പോൾ ദഹിച്ചത് ശരീരത്തിൻ്റെ പല അവയവങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഓരോ അവയവങ്ങളിലും ഭൂതങ്ങൾ കുടിയേറി പാർക്കുകയാണ്. ഭൂതങ്ങൾ വന്ന് കോട്ടകൾ ഉണ്ടാക്കുകയാണ്. അത് നിന്റെ കണ്ണിനെ ദഹിപ്പിക്കും, നിങ്ങളുടെ തലച്ചോറിനെ കോട്ട കെട്ടി അതിനകത്ത് താമസിക്കാൻ തുടങ്ങും, കൈകാലുകൾക്കകത്ത് അത് വന്നു കയറാൻ തുടങ്ങും, നിങ്ങളുടെ പേശികളിലും മജ്ജയിലും മാംസത്തിലും ഈ ശരീരത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളിലും ഒരു കൈവിഷം സ്പ്രെഡ് ഓവർ ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും. തൽഫലമായി നിങ്ങളുടെ ശരീരം കൂടുതൽ മലിനമാക്കപ്പെടുകയും ഇരുട്ടിൻ്റെ ശക്തികൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഏത് അവയവത്തെ എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാനും ആകർഷിപ്പിക്കുവാനും നശിപ്പിക്കുവാനും കഴിയുന്ന അളവിൽ സ്വാധീനം ചെലുത്തുവാൻ നിങ്ങളെ കൺട്രോളിലേക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സോ ഭയങ്കര പവർഫുൾ അല്ലേ? ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് എത്ര ശക്തമാണ്! ഒരു മനുഷ്യൻ്റെ മുഴുവൻ ശരീരാവയവങ്ങളും ഭൂതങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന അളവിൽ ലഭ്യമാകുക എന്ന് പറയുന്നത് എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ഇമാജിനേഷൻ ചെയ്തുകൊള്ളുക. ഇനി അല്ല ബ്രദറെ, വാസ്തവത്തിൽ എൻ്റെ വയറ്റിനകത്തോട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയില്ല. ഇനി അറിയാതെങ്ങാനും ആരെങ്കിലും തന്നത് വാങ്ങി കഴിച്ചത് മുഖാന്തരമേ എൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഞാനത് എങ്ങനെ അറിയും? സിമ്പിൾ. 1, 2, 3 പ്രധാനപ്പെട്ട അടയാളങ്ങൾ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താൽ 4 പ്രധാനപ്പെട്ട അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ ശരീരത്തിനകത്ത് ഭൂതങ്ങൾക്കും ഇരുട്ടിൻ്റെ ശക്തികൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന കോട്ടകൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായിരിക്കുന്ന ഏതോ ഒരു കൈവിഷം, ഏതോ ഒരു വിഗ്രഹാർപ്പിതമായ മാലിന്യപ്പെട്ട പൊസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തികൾ സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു ആഹാര പദാർത്ഥം കയറിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ്. ഞാൻ ഓരോന്നായി പറയാം. ആദ്യമായി 1, ഒരുവന്റെ ശരീരത്തിനകത്ത് കൈവിഷം അല്ലെങ്കിൽ ഈ പറയുന്ന മലിനമാക്കപ്പെട്ട പൊസസ്ഡ് ഫുഡ് എത്തിക്കഴിഞ്ഞാൽ ക്രമേണ അവൻ്റെ കഴിവുകൾ നശിക്കാൻ തുടങ്ങും. ശ്രദ്ധിക്കുക, കഴിവുകൾ നശിക്കാൻ തുടങ്ങും. ഒരു കുട്ടി പഠനത്തിൽ വളരെ മികച്ചതായിരുന്നു, എന്നാൽ പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ വളരെ വളരെ പെർട്ടിക്കുലറായ ഒരു മൊമെന്റിന് ശേഷം, ഒരു മിനിറ്റിന് ശേഷം അവൻ്റെ പഠിക്കാനുള്ള കഴിവ് നശിക്കുക. ബ്രദറെ, +2 വരെ എൻ്റെ മോൻ സൂപ്പറായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ 1 രൂപ കൊടുക്കാതെ മാനേജ്മെൻറ്റ് സീറ്റൊന്നും മേടിക്കേണ്ടി വന്നു. മെറിറ്റിൽ അവൻ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. വെരി ഗുഡ്. ബട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ എഞ്ചിനീയറിങ്ങിന് കയറിയതിന് ശേഷം അവന് പഠിക്കാൻ പറ്റുന്നില്ല. അവനെന്നും തലവേദന, അവനെന്നും രോഗമാണ്, അവനെന്നും പ്രശ്നമാണ്. ദർ ഈസ് സംതിങ്. അവനെ നിയന്ത്രിക്കുന്ന ഏതോ ഭൂതം അവൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതിന് കാരണമായി ഏതോ ഒരു കൈവിഷം അവൻ്റെ ഉദരത്തിനകത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ മകൻ നല്ല കഴിവോടുകൂടി പാടിക്കൊണ്ടിരുന്നവനാണ്. പെട്ടെന്ന് അവൻ്റെ പാടാനുള്ള കഴിവ് നശിച്ചു. നോട്ടീസ് ചെയ്യുക, ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ഇറ്റ്. എൻ്റെ മകൻ സ്പോർട്സിൽ വളരെ ആക്റ്റീവായിരുന്നു, വളരെ കായികക്ഷമതയുള്ള കഴിവുള്ളവനായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ അവൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ മേ ബി അവൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്റ്റഡ് ആകുമായിരുന്നു, ഫുട്ബോൾ ടീമിൽ സെലക്റ്റഡ് ആകുമായിരുന്നു, അവൻ ബാഡ്മിൻ്റണിൽ എക്സലൻ്റ് ആകുമായിരുന്നു. പക്ഷേ അവൻ എവിടെയോ വെച്ച് അവൻ്റെ കഴിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മകൻ അസാധ്യ ഗിറ്റാർ പ്ലെയർ ആയിരുന്നു, കീബോർഡിസ്റ്റ് പ്ലേ ചെയ്യുന്നവനായിരുന്നു, മ്യൂസിക്കുമായിട്ട് അവന് വളരെ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് അവൻ്റെ കഴിവുകൾ നശിച്ചു. ഇന്ന് അവനത് തൊടാൻ ഭയമാണ്, തൊടുമ്പോൾ അവൻ അറപ്പാണ്, തൊടാൻ അവന് കഴിയുന്നില്ല. അതിനകത്തുനിന്നൊരു മുൻപോട്ടൊരു പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ അവന് കഴിയുന്നില്ല. അവൻ്റെ കഴിവുകൾ, അതായത് ഒരുവൻ്റെ നൈസർഗികമായ ജന്മവാസനകളെ പോലും തടഞ്ഞു വയ്ക്കാൻ കഴിയുന്ന അളവിൽ ഭൂതങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം കൈവിഷങ്ങളാണ്. നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യുക. നിങ്ങളുടെ ആ മേഖലയിലുള്ള പുരോഗതിയെ തടയാൻ ആരോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മലിനമാക്കപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥത്തിലൂടെ ഭൂതങ്ങൾ നിങ്ങളുടെ മേൽ കയറുകയും നിങ്ങളുടെ കഴിവുകളെ അവൻ മറച്ചും ഉടച്ചും നശിപ്പിച്ചും അത് തകർത്തും നിങ്ങളെ ആ കഴിവില്ലാത്തവനാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, നിങ്ങൾ ഒരു IT കമ്പനി വർക്ക് ചെയ്യായിരുന്നു, ഭയങ്കര ഗുഡ് എംപ്ലോയി ആയിരുന്നു, നിങ്ങൾ ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അത് നിങ്ങളായിരുന്നു. നിങ്ങളൊരു മാർക്കറ്റിംഗ് കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു, ദ ബെസ്റ്റ്
മാർക്കറ്റിംഗ് എംപ്ലോയി ഓഫ് ദി ഇയർ അത് നിങ്ങളായിരുന്നു. കാരണം നിങ്ങൾക്ക് ക്ലയൻസിനെ പിടിക്കാൻ, നിങ്ങൾക്കൊരു ഡീൽ ഓക്കെ ആക്കുവാൻ, നിങ്ങൾക്ക് അതിനൊക്കെ ഭയങ്കര സ്കില്ലായിരുന്നു, നിങ്ങൾക്ക് ഭയങ്കര കഴിവായിരുന്നു, ജോലിയിൽ നിങ്ങൾ ഭയങ്കര എക്സലൻ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ക്ലയൻസ് നിങ്ങളെ ഇഷ്ടപ്പെടാതെ മടങ്ങിപ്പോകുന്നു. നിങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് ആരും കൺവിൻസ്ഡ് ആവുന്നില്ല. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ക്രമാനുഗതമായി തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകുന്നു. നിങ്ങൾ എടുക്കുന്ന കോഡുകൾ തെറ്റായി പോകുന്നു. നിങ്ങൾ ചെയ്തു വയ്ക്കുന്ന പ്രോജക്റ്റുകൾ അപ്രൂവ് ആകാതെ പോകുന്നു. അതിനകത്ത് എവിടെയെങ്കിലും മേജർ ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ജോലിയിൽ ഒരു അസ്ഥിരത ഉണ്ടാകുന്നു. നിങ്ങളുടെ ജോലിയിലുള്ള പെർഫോമൻസ് കുറയുന്നെങ്കിൽ there is something behind it. ഇത് നിങ്ങളുടെ പ്രശ്നമല്ല. അയ്യോ ബ്രദറെ, അത് ഞാൻ അത്ര അങ്ങോട്ട് നോ 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 നിങ്ങളുടെ നൈസർഗികമായ കഴിവായ ആ ജോലിയിലുള്ള പുരോഗതിയെ തടയുന്ന എന്തോ ഒരു ഡീമോണിക് പൊസഷൻ ഇപ്പോൾ ഒരു കൈവിഷത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ വരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമായി വചനം കേൾക്കുക. ഇതിനകത്തുനിന്ന് കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉദരത്തിനകത്ത് നിന്ന് അത് അഴിഞ്ഞ് അവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ എന്ന് വാസ്തവമായി എൻ്റെ ഹൃദയം ആഗ്രഹിക്കുകയും ഞാൻ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 3, കലാപരമായ കഴിവുകളാകട്ടെ, ജോലിയിലുള്ള കഴിവുകളാകട്ടെ. നന്നായി മുമ്പ് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒന്ന് എരിവ് കൂടും, അല്ലെങ്കിൽ ഉപ്പ് കൂടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടാൻ മറക്കും, അല്ലെങ്കിൽ എത്ര നന്നായി ഉണ്ടാക്കിയാലും ഒരു രുചിയില്ല. നിങ്ങളുടെ നൈസർഗികമായ കലാപരമായ കഴിവുകളാകട്ടെ, പഠിക്കുവാനുള്ള കഴിവുകളാകട്ടെ, പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള കഴിവുകളാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലുള്ള കഴിവുകളാകട്ടെ, ഇങ്ങനെ കഴിവുകൾ നശിക്കപ്പെടുന്നു. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ആ അളവിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ ആ കഴിവുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഏതോ ഒരു കൈവിഷം നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് ഉറപ്പിക്കാം. 2, അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾക്ക് രോഗങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾക്ക് രോഗങ്ങളെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഭയങ്കര അലർജി, തുമ്മൽ, ഈസ്നോഫീലിയ, മൈഗ്രെയിൻ, ചൊറിച്ചിലുകൾ, വിട്ടുവിട്ടുള്ള രോഗങ്ങൾ, എപ്പോഴും അങ്ങ് ത്രോട്ട് ഇൻഫെക്ഷൻ, എപ്പോഴും അങ്ങ് ലങ്സ് ഇൻഫെക്ഷൻ, എപ്പോഴും അങ്ങ് നട്ടല് വേദന, എപ്പോഴും അങ്ങ് കഴുത്ത് വേദന, എപ്പോഴും അങ്ങ് ഷോൾഡർ പെയിൻ, എപ്പോഴും അങ്ങ് തലകറക്കം, എപ്പോഴും അങ്ങ് BP കുറയുന്നു, പ്രഷർ കൂടുന്നു, ഷുഗർ കുറയുന്നു, ഷുഗർ കൂടുന്നു, മരുന്ന് കഴിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ല. എപ്പോഴും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, എന്നാൽ കുറച്ച് നാൾ മുമ്പ് വരെ ഇതില്ലായിരുന്നു. ഞാൻ പറയുന്നത് ജന്മനാ നിങ്ങൾക്കിതുണ്ടായിരുന്നു എന്നുള്ള ആൾക്കാർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യരുത് ദയവായി. എന്നാൽ നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും മുന്നോട്ടും പഠനത്തിലും പൊയ്ക്കൊണ്ടിരിക്കവേ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നതെങ്കിൽ ഓർക്കുക, അത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തെ രോഗങ്ങളാൽ അലട്ടുന്നുണ്ടെങ്കിൽ ഈ തലച്ചോറിനെയും കണ്ണിനെയും മൂക്കിനെയും ഈസ്നോഫീലിയയും നിങ്ങളുടെ സൈനസ് ഗ്രന്ഥിയെയും നിങ്ങളുടെ ജോയിൻസുകളെയും മജ്ജകളെയും നട്ടലിനെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന അളവിൽ ഒരു ഭൂതം നിങ്ങളുടെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. ആ ഭൂതം നിങ്ങളുടെ ശരീരത്തെ അനുദിനം ബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. തലയങ്ങ് വരിഞ്ഞു മുറുക്കുന്ന പോലത്തെ വേദനയാണ്, കണ്ണങ്ങ് മങ്ങി പോവുകയാണ്, ക്ഷീണം കൊണ്ടങ്ങ് തല ചായ്ച്ച് വീണു പോവുകയാണ്. എന്നാൽ കിടന്നാൽ ഉറക്കം വരത്തില്ല. ആ പുസ്തകം നിവർത്തിയാൽ ഉറക്കം വരും. ശുശ്രൂഷകന്മാർ ശ്രദ്ധിച്ച് കേട്ടോ. ചിലർക്ക് വേദപുസ്തകം വായിക്കാൻ പറ്റത്തില്ല, വേദപുസ്തകം തുറന്നാൽ അപ്പോൾ ഉറക്കം വരും. വേദപുസ്തകത്തിൽ നിന്നുള്ള സത്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടാൽ അപ്പോൾ ഉറക്കം വരും. പ്രവചനം കേട്ടാൽ പ്രശ്നമില്ല, ആരാധന കേട്ടാൽ കൈയടിച്ചുകൊണ്ടിരുന്ന പ്രശ്നമില്ല, വിടുതലിൻ്റെ സന്ദേശം കേട്ടാൽ ഉറക്കം വരും, ദൈവവചനം വായിക്കുമ്പോൾ ഉറക്കം വരും. നിങ്ങളുടെ ശരീരം അയ്യോ വയ്യേ എന്ന് പറഞ്ഞ് വീണു പോകും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന ഭൂതത്തിന് അവനെ എഫക്റ്റീവാക്കുന്ന അല്ലെങ്കിൽ അവനെ പുറത്താക്കുന്ന തരത്തിലുള്ള ശുശ്രൂഷകൾക്ക് ആമേൻ പറയുവാനും അത് കാണാനും അത് കേൾക്കാനുമുള്ള കഴിവുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ സത്യസന്ധമായി ഈ വചനം പറഞ്ഞിട്ടും ആൾക്കാരുടെ അടുക്കലേക്ക് ഈ വീഡിയോ എത്താത്തതിൻ്റെ കാരണം ഈ പറയുന്ന ഭൂതങ്ങൾ ഈ അറിവ് ജനങ്ങളിലേക്ക് എത്തരുത് എന്ന് കരുതി തടയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ ശരീരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അടിക്കടി രോഗങ്ങൾ ഉണ്ടാകുന്നു, അടിക്കടി നിങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ ശരീരത്തെ മലിനമാക്കപ്പെടുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറിയിട്ടുണ്ട്, ഒരു കൈവിഷം നിങ്ങളുടെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. 3, ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാൾ മുമ്പ് വരെ നിങ്ങൾക്ക് ഒരു കാലത്തും ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ദോസ് തിങ്സ് യു ഹേറ്റഡ്. നിങ്ങൾക്ക് വിരോധമുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. അതിലൊന്ന്, അടുക്കും ചിട്ടയായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ വാരി വലിച്ചിട്ടുള്ള ജീവിതം ഇഷ്ടമല്ല. മറ്റൊന്ന്, ഇന്നലെ വരെ നിങ്ങൾക്ക് പുക വലിക്കുന്നത് ഇഷ്ടമല്ല.
മദ്യപിക്കുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇന്നലെ വരെ നിങ്ങൾക്ക് ചില വ്യക്തികളെ ഇഷ്ടമല്ല, അവരുടെ നിറം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കത്തില്ല, അവരുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കത്തില്ല, അവരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കത്തില്ല, അവരുടെ ഒരു ടോക്സിക് നേച്ചർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കത്തില്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കത്തില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ടല്ലോ, നിങ്ങൾ ഇന്നലെ വരെ ഇഷ്ടമില്ലാതിരുന്നതിനെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. വാരി വലിച്ചിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടമായി. ഓ, ശ്രദ്ധിക്കൂ. നിങ്ങൾ വെറുത്തുകൊണ്ടിരുന്ന ആരെയോ നിങ്ങൾക്കിപ്പോൾ വലിയ രീതിയിൽ അങ്ങ് പ്രീതിപ്പെടാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇവിടെ ഞാൻ തുറന്നൊരു കാര്യം പറയാം, കാരണം ഇത് മറച്ചു വെക്കേണ്ട സമയമൊന്നുമല്ല, കർത്താവ് വരാൻ സമയം. അതുകൊണ്ട് ഇനി എത്ര നാൾ ഇതൊക്കെ മാസ്ക് ഇട്ടും മറച്ചും പൊടി ചേർത്തും മസാല പുരട്ടിയൊന്നും പറയാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പച്ചയ്ക്കുള്ള കാര്യം പറയുകയാണ്. സുന്ദരിയായ ഒരു യുവതിയെ എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടായി കിട്ടാൻ വേണ്ടി വിച്ച് ക്രാഫ്റ്റ് ചെയ്ത് കൈവിഷം കൊടുത്ത് അവളെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്നതിന് വേണ്ടി കൈവിഷത്തെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് കുടുംബമുണ്ടായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം, ഭാര്യ ഉണ്ടായിരിക്കാം. എന്നാലും അവൻ്റെ പ്രത്യേക ഇഷ്ടം പിടിച്ചു പറ്റിയിട്ട് അവനിലൂടെ എനിക്ക് ആ കമ്പനിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി ആ കുടുംബസ്ഥനായ സുന്ദരനായ ആ ചെറുപ്പക്കാരന് കൈവിഷം കൊടുത്ത് കീഴേ ഉള്ള സഹോദരിമാരായിരിക്കുന്ന സ്റ്റാഫുകൾ അവനെ സ്വാധീനിക്കുന്നത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷ അനുഭവങ്ങളിൽ ഡീൽ ചെയ്തിട്ടുണ്ട്. ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒരിടത്ത് ഇതൊരു കൈവിഷം ഉണ്ടാക്കി ഭർത്താവിന് കഴിക്കുന്ന മസാല ദോശയിൽ മസാലയായി ചേർത്ത് കഴിപ്പിച്ചു. ഇപ്പോൾ ഭർത്താവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഭർത്താവ് പോയി കൈവിഷം കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്ത് ഭാര്യയെ കൊണ്ട് സ്നേഹിപ്പിക്കുകയാണ്. മക്കൾ അനുസരിക്കാത്തതിന് കൈവിഷം കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. സ്വത്ത് തങ്ങളുടെ പേരിൽ എഴുതി തരുന്നതിന് വേണ്ടി മാതാപിതാക്കൾക്ക് തോന്നലുണ്ടാകുവാൻ കൈവിഷം കൊടുക്കുന്ന മക്കളുണ്ട്. ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കാം. ഭാര്യയും ഭർത്താവും അല്ലേ, സ്നേഹം വേണ്ടിയ ബ്രദർ, നല്ലതാണ്. പക്ഷെ അതിന് ഭൂതങ്ങളെ കൂട്ടുപിടിക്കുന്നത് തെറ്റ്. അപ്പനും മക്കളും അല്ലേ, അവർ ഒരുമിച്ചിരിക്കുന്നതിനും അവർ സ്വത്തെഴുതി കൊടുക്കുന്നതിനും ഒക്കെ അതിനകത്ത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതല്ലേ? അല്ല, നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഭൂതങ്ങളെ കൂട്ടുപിടിക്കുന്നത് തെറ്റ്. താൽക്കാലികമായി ആ പറയപ്പെടുന്ന കാര്യം നിറവേറ്റപ്പെടുമെങ്കിലും പിന്നാലെ ഇതിനകത്തുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾ ഓരോന്ന് അനുഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇന്നലെ വരെ ഇഷ്ടമില്ലാതിരുന്ന കാര്യങ്ങളെ നിങ്ങൾക്കങ്ങ് പെട്ടെന്ന് ഇഷ്ടമുണ്ടാകുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, എന്തോ അതിനകത്തോട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന, ആ ഡ്രഗിനകത്തോട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന, ആ വ്യക്തിയുടെ അടുത്തോട്ട് നിങ്ങളെ ആകർഷിപ്പിക്കുന്ന, ആ അടുക്കും ചിട്ടയില്ലാത്ത ജീവിതത്തിലോട്ട് നിങ്ങളെ ആകർഷിപ്പിക്കുന്ന, ആ പറയപ്പെടുന്ന ഏതോ സ്വാധീനങ്ങൾക്കകത്തേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ഏതൊക്കെയോ വ്യക്തികളിലേക്ക് നിങ്ങളെ ആകർഷിപ്പിക്കുന്ന. ഞാൻ ഒരു കാര്യം കൂടി തുറന്നു പറയാം, ഇവിടുത്തെ സെലിബ്രിറ്റികൾ വരെ ഇത് ചെയ്യുന്നുണ്ട്. അവരിലേക്ക് ജനം ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ പോലും പലരും ഇത് ചെയ്യുന്നത് എനിക്ക് വ്യക്തിപരമായ അറിവുണ്ട്. അവരുടെ ശുശ്രൂഷയിൽ ആൾക്കാർ ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടി, സ്വാധീനിക്കപ്പെടുന്നതിന് വേണ്ടി ഭൂതങ്ങളെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഓ, എത്ര വിചിത്രകരമായ കാര്യം! ഇപ്പോൾ നിങ്ങൾക്കിത് അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല ബ്രദർ എന്ന് തോന്നുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആമേൻ സത്യമായി പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് അന്തിമ ന്യായവിധി നടത്തുന്ന നാഴികയിൽ എൻ്റെ വാക്ക് ഓർത്തുകൊള്ളുക, പലരും ഉപയോഗിച്ചിരിക്കുന്ന ദുരാത്മാക്കളെ യേശു കർത്താവ് പരസ്യമായി വെളിപ്പെടുത്തുമ്പോൾ അന്നാളിൽ നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും. ശുശ്രൂഷകൾക്ക് വേണ്ടി പല ഭൂതങ്ങൾ ഉപയോഗിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ അറിയുക. ഹല്ലേലൂയ. അപ്പോൾ ഇഷ്ടമില്ലാതിരുന്ന കാര്യത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്തോ ഒരു ഭൂതം നിങ്ങളെ കയറി മലിനപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയുക. 2, നിങ്ങൾക്ക് ഇന്നലെ വരെ ഇഷ്ടമുണ്ടായിരുന്ന പലതിനോടും ഇപ്പോൾ ഒരു വിരക്തി തോന്നുന്നു. ഞാനത് മുമ്പേ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് കല ഇഷ്ടമായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ അതിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യം കുറഞ്ഞു. ഇൻട്രസ്റ്റ് പോയിരിക്കുന്നു, ജോലിയിൽ ഇൻട്രസ്റ്റ് പോയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നടക്കുന്നതിൽ ഇൻട്രസ്റ്റ് പോയിരിക്കുന്നു, ശുശ്രൂഷകളിൽ ഇൻട്രസ്റ്റ് പോയിരിക്കുന്നു, പ്രാർത്ഥനകളിൽ ഇൻട്രസ്റ്റ് പോയിരിക്കുന്നു. There is something behind it. നിങ്ങളുടെ ശരീരത്തെ മലിനമാക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് നിസ്സംശയം ഉറപ്പിക്കാം. 4ാമത്തെ പ്രധാനപ്പെട്ട ഒരു അടയാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അടിക്കടി ഉണ്ടാകുന്ന മാനസികമായ തകർച്ചകൾ, അത് നിങ്ങളുടെ മേൽ കൈവിഷമുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ്. ഞാനതൊന്ന് അല്പം വിശദീകരിക്കാം. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും നിങ്ങളൊരു വിഷാദ രോഗിയായി മാറാത്തൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. നിങ്ങൾക്ക് വിഷാദം ഉണ്ടാകത്തില്ല. ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പെട്ടെന്നൊരു ചെറിയ കാര്യം വന്നു. ചെറിയ കാര്യം, അത്ര വലിയ കാര്യമൊന്നുമല്ല,
കടല് നീന്തിക്കടന്നവൻ കനാലിൽ വീണ് മുങ്ങി മരിച്ചു എന്ന് പറയുന്ന ഒരു നാടൻ ചൊല്ലുപോലെ, അത് ഞാനൊരു ആലങ്കാരിക പദത്തിൽ പറഞ്ഞതാ. കടല് പോലെ പ്രശ്നം വന്നപ്പോൾ നീന്തി കയറിയവനാ, പക്ഷേ കനാലിലെ വെള്ളത്തിനകത്ത് ഉള്ളതുപോലെ ഒരു ചെറിയ പ്രശ്നത്തിനകത്ത് വീണു. കടല് നീന്തി കയറിയവൻ കനാലിൽ വീണ് മരിച്ചു എന്ന് പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളെ തരണം ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടാകാതിരുന്ന മാനസികാഘാതം ചെറിയൊരു കാര്യത്തിനകത്ത് നിങ്ങൾക്കുണ്ടായി. നിങ്ങളുടെ മനസ്സ് മടുത്തു, നിങ്ങൾ വിഷാദത്തിലേക്ക് വീണു. നിങ്ങളുടെ മനസ്സ് എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി, എപ്പോഴും നെഗറ്റീവ്. ആ ജോലി, എനിക്കത് കിട്ടാനൊന്നും പോകുന്നില്ല. ബ്രദറെ ശമ്പളം കിട്ടിയിട്ട് എന്തിനാ ആശുപത്രി കൊടുക്കാനാ? അയ്യോ ബ്രദറെ ഒന്ന് എഴുന്നേറ്റ് ഉത്സാഹത്തോടെ പള്ളി വന്നിട്ട് പള്ളി വന്നിട്ട് എന്തോ ചെയ്യാനാ? പാസ്റ്ററിന്റെ ഇരിക്കുന്ന 500 അടിച്ചുകൊണ്ട് പോകാനല്ലേ? ഇങ്ങനെ എല്ലാത്തിലും നെഗറ്റീവ്. നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ എപ്പോഴും മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, വളരെ സജീവമായി ആക്റ്റീവായി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് മാനസികമായി എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നുന്നു, വിഷാദത്തിനകത്തോട്ട് നിങ്ങൾ വഴുതി വീഴുകയാണെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളെ വിഷാദ രോഗിയാക്കി മാറ്റി നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ടിയത് എന്തൊക്കെയോ നിങ്ങളിന്ന് തട്ടിത്തെറിപ്പിക്കുന്നതിന് വേണ്ടി ഏതൊക്കെയോ വ്യക്തികൾ ആഗ്രഹിച്ചിട്ട് അവർ അർപ്പിക്കപ്പെട്ട ഏതൊക്കെയോ മലിനമാക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളായ കൈവിഷം നിങ്ങൾക്ക് തന്നതിലൂടെ ഭൂതങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുകയും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഉയർന്നു വരാൻ കഴിയാതെ അടച്ച് അതിനെ ഒപ്രസ് ചെയ്ത് അതിനെ ഡിപ്രസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എനിക്കിങ്ങനെ പല പേരുകൾ തെളിയിച്ച് മനസ്സിൽ തരുന്നു, പക്ഷേ ഞാനത് പറയുന്നില്ല. കർത്താവ് എന്നോട് പറയുന്നു, ചില യൗവനക്കാർ, ചില ഉയർന്ന ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ, നിങ്ങളെ പിശാച് മാനസികമായി സൈക്കാട്രിക് മെഡിസിൻ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയതിന്റെ പുറകിലെ കാര്യം മനസ്സിലായല്ലോ ബ്രദറെ സിസ്റ്ററെ. ഇന്നലെ വരെ നിങ്ങളത് കഴിച്ചിട്ടില്ല, നിങ്ങളുടെ കുടുംബത്തിൽ ആരും കഴിച്ചിട്ടില്ല, നിങ്ങളുടെ വീട്ടിൽ ആരും കഴിച്ചിട്ടില്ല, നിങ്ങളുടെ സ്ഥാപനത്തിൽ ആരും കഴിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പോൾ കഴിക്കുന്ന ആ സൈക്കാട്രിക് മെഡിസിൻ അത് നോർമൽ അല്ല, അത് അബ്നോർമലാണ്. കമോൺ, നിങ്ങൾ ആ തടവറയ്ക്കകത്തുനിന്ന് പുറത്തു വാ. കർത്താവ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുകയാണ്. ബി ഫ്രീ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ്, നിങ്ങളെ ഒരു മനോരോഗിയാക്കി വിഷാദത്തിന് മരുന്ന് കഴിക്കുന്നു, ഡിപ്രഷന് മരുന്ന് കഴിക്കുകയാണ്. 2, എപ്പോഴും അങ്ങ് ഭയവാ, എല്ലാത്തിനോടും ഭയം, ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ ഭയം, ഒരു സ്ഥലത്ത് കയറി നിന്ന് പ്രസംഗിക്കാൻ ഭയം, ഒരു കാര്യം അവതരിപ്പിക്കാൻ ഭയം, ഒരിടത്തേക്ക് പോകാൻ ഭയം, വണ്ടിയിൽ കയറിയ വണ്ടി എപ്പോൾ ഇടിക്കുമെന്നുള്ള ആക്സിഡന്റ് ഉണ്ടാകുമോ എന്ന ഭയം, എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ശരീരത്തിനകത്തത് രോഗത്തിന് കാരണമാകുമോ എന്ന ഭയം, എന്തൊക്കെയോ തരത്തിലുള്ള ഭയങ്ങൾ. രാത്രി കിടക്കുമ്പോൾ ഭയം, എൻ്റെ മുറിയിൽ ആരോ ഉണ്ട് എന്നുള്ളൊരു ഭയം, ടോയ്ലറ്റിനകത്ത് കയറുമ്പോൾ ആരോ എന്നെ പിടിക്കാൻ വരുന്നത് എന്ന ഭയം, രാത്രി ഉറങ്ങുമ്പോൾ ആരോ കഴുത്തിൽ ഞെക്കി പിടിക്കുന്നത് പോലെയുള്ള ഭയങ്ങൾ, ആരോ കാലിൽ പിടിച്ച് വലിക്കുന്നു, ആരോ എന്നെ കുത്താൻ വരുന്നു, ആരോ എന്നെ പീഡിപ്പിക്കുന്നു. മാനസിക പീഡനങ്ങൾ, മെന്റൽ ടോർമെന്റേഷനുകൾ, ഇത് ഭയത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇങ്ങനെയുള്ള ഭയങ്ങൾ നിങ്ങളുടെ അകത്ത് മുൻപുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഉണ്ട് എങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ മേൽ നിങ്ങളുടെ മാനസിക തലത്തിനകത്ത് ആക്രമണം നടത്തുന്ന ഭൂതങ്ങളും അവയെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏതോ കൈവിഷവും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു തെളിവാണ് ഈ പറയപ്പെടുന്ന ഭയം. 3, അപകർഷതാബോധങ്ങൾ, അമിതമായ ആകുലതകൾ, ചിന്തകൾ, മാനസിക നില തെറ്റിപ്പോവുക. ഇടയ്ക്ക് നല്ല മൈൻഡിലിരിക്കും, നല്ല ഫ്രഷ് സ്മൂത്ത് ആയിട്ട് പോകും, പെട്ടെന്ന് മൈൻഡ് ഓഫ് ആയി പോകും, മൈൻഡ് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നത് പോലെ. എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അങ്ങ് സ്ലിപ്പാവും, പിന്നെ അതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇങ്ങനെ മനസ്സിൻ്റെ സന്തുലിതമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസുകൾ, മൂഡ് സ്വിങ്സ്. ഒരു സമയത്ത് ചിരിച്ചുല്ലസിച്ചിരിക്കും, പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ചിരിക്കും, പെട്ടെന്ന് അങ്ങ് വയലൻ്റ് ആവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ചിരിക്കും. ഇങ്ങനെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്നത് പോലെയുള്ള മാനസിക ടോർമെൻറ്റേഷനുകൾ, മാനസികമായ പീഡനങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ ഉദരത്തിനകത്ത് ഭൂതങ്ങൾക്ക് വന്ന് പ്രവേശിക്കുന്നതിനുള്ള അവകാശമായ ഒരു കൈവിഷത്തിന്റെ കെട്ട് കിടപ്പുണ്ട്, ഒരു ബന്ധനം കിടപ്പുണ്ട്. അവനൊരു കോട്ട പണിത് അതിനകത്ത് നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തെ ബന്ധിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദറെ, എനിക്ക് എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടാൻ കഴിയുന്നത്? എനിക്ക് എങ്ങനെ ഇതിനകത്ത് നിന്ന് സ്വതന്ത്രം പ്രാപിക്കാൻ കഴിയുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ശരീരത്തെ കീറി മുറിച്ച് സർജറി ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ വയറിനകത്തൊരു മുഴയുണ്ട്, അത് നിങ്ങൾക്ക് ഭയങ്കര വേദനയാണ്, വലിയ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. എനിക്കൊരുത്തൻ്റെ സഹായം വേണ്ട, ഞാനിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ കാര്യം നടക്കും, എനിക്കൊരു ഡോക്ടറുടെ ആവശ്യമില്ല, എൻ്റെ ശരീരത്തിലെ കാര്യമല്ല, അത് ഞാൻ കീറി എടുത്തോളാം എന്നൊരാൾ പറയുമോ? നിങ്ങളുടെ വയറ്റിനകത്തൊരു മുഴയുണ്ട്, നിങ്ങൾ ഡയഗ്നോസ് ചെയ്തു, നിങ്ങൾക്ക് മുഴയുണ്ടെന്ന് മനസ്സിലായി, അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്ന് മനസ്സിലായി, നിങ്ങളൊരു ഡോക്ടർ അടുക്കലേക്ക് ചെല്ലും.
നിങ്ങൾ ആ ഡോക്ടറോട് ആവശ്യപ്പെടും, ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്യൂ, എന്നെ സഹായിക്കൂ. എന്തിന്? എൻ്റെ ശരീരത്തിലുള്ള ഈ കാര്യത്തെ എടുത്തു കളയാൻ. എനിക്കൊരുത്തൻ്റെ ആവശ്യമില്ല, യവന്മാരെല്ലാം കള്ളന്മാരാണെന്ന്, യവന്മാരെല്ലാം പറ്റിപ്പാണെന്ന്, എനിക്ക് ഒരുത്തൻ്റെ പുറകെ പോകാൻ വയ്യ, എനിക്ക് യവന്മാരുടെ ആവശ്യമില്ല, യവന്മാരെയൊന്നും ഞാൻ എൻ്റെ വീടിന് അയലത്ത് കയറ്റത്തില്ല. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ട് ഞാൻ ഒറ്റ ഡോക്ടറെ അടുത്തും പോകത്തില്ല, ഞാൻ തന്നെ കീറും, ഞാൻ തന്നെ എടുത്തു കളയും, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യും, ഞാൻ തന്നെ സൗഖ്യമാവും. അത്രയേ ഉള്ളൂ. എൻ്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, എൻ്റെ തലച്ചോറിന് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ തലയോട് തള്ളിപ്പൊളിക്കും, ഞാൻ തന്നെ അതിനെ തുറന്നെടുത്ത് കളയും, ഞാൻ തന്നെ അടച്ചു വെക്കും. കാരണം ഞാൻ സ്വയം പര്യാപ്തര. അങ്ങനെയുള്ള അതിവിശുദ്ധ പരീക്ഷന്മാരായ യഹൂദന്മാരുടെ പിന്തലമുറക്കാരായ ഭക്തന്മാരോട് നിങ്ങൾ ഈ വീഡിയോ കാണരുത്, നിങ്ങൾക്കുള്ളതല്ല ഇത്. എന്നാൽ എൻ്റെ ശരീരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ആ കൈകാര്യം ചെയ്യുന്നതിലൂടെ മറ്റു ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാത്ത ഒരു എഫിഷ്യൻ്റായ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയ സർജൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകും. ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എന്നെ തന്നെ അവനെ വിശ്വസിച്ച് അവൻ്റെ കൈകളിലേക്ക് കൊടുക്കും. അവൻ വളരെ ശ്രദ്ധയോടെ എൻ്റെ മറ്റൊരു ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുണ്ടാകാതെ ആ വളർന്നിരിക്കുന്ന മുഴയെ മാത്രം മുറിച്ച് കളഞ്ഞിട്ട് വളരെ ശ്രദ്ധയോടുകൂടി അത് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ മരുന്നൊട്ടിച്ച് അതിൻ്റെ മുകളിൽ അതിന് സൗഖ്യമാകേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നെ പൂർവ്വസ്ഥിതിയിലേക്ക്, ആരോഗ്യത്തിലേക്ക് എത്തിക്കുവാൻ എനിക്കൊരു ഡോക്ടറുടെ ആവശ്യമുള്ളതുപോലെ ഈ പറയപ്പെടുന്ന സകല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉള്ള, കൃപയുള്ള, കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് പരിശീലനമുള്ള ഒരു ശുശ്രൂഷകനെ, ഒരു വിടുതൽ ശുശ്രൂഷകനെ ആവശ്യമുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശുശ്രൂഷകന്റെ അടുക്കിലേക്ക് എത്തിപ്പെടാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് എത്തിക്കും. നമ്മൾ ആരും ഗൂഗിൾ നോക്കി നല്ല ഡോക്ടറെ തിരഞ്ഞെടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരല്ല. ആ സന്ദർഭത്തിൽ ആ ഡോക്ടർ നമ്മുടെ അടുക്കിലേക്ക് എത്തിയിരുന്നു, നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അത് ഏറ്റവും നന്നായിരുന്നു എന്ന് പറയുന്നത് പോലെ ദൈവം നിങ്ങളെ അറിയുന്നത് കൊണ്ട് ദൈവം നിങ്ങളുടെ നടുവിലേക്ക് അങ്ങനെയുള്ള വ്യക്തികളെ അയക്കും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുക്കൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് തരത്തിലുള്ള കൈവിഷങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്ന് അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയും, ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, അത് തിരിച്ചറിയാൻ കഴിയും. കണ്ടെത്തിയാൽ എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായി കഴിയും. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കൈവിഷങ്ങളിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന പിശാചിന്റെ ക്ലെയിമുകൾ അല്ലെങ്കിൽ അവന്റെ അവകാശവാദങ്ങളെ ക്യാൻസൽ ചെയ്യുകയും റദ്ദ് ചെയ്യുകയും മുറിച്ചു കളയുകയും ചെയ്തിട്ട് ഈ ദഹിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥം കടന്നുപോയിരിക്കുന്ന ശരീരാവയവങ്ങളിലുള്ള പലതരത്തിലുള്ള കോട്ടകളെ വാക്കുകൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അധികാരത്തിലൂടെയുള്ള കൽപ്പനകൾ കൊണ്ടും ഉടച്ചു കളഞ്ഞിട്ട് അവയുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന ദുരാത്മാക്കളെയും ദുർഭൂതങ്ങളെയും പുറത്താക്കി കളയുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏക സൊല്യൂഷൻ, ഇതിനകത്തുള്ള ഏക പോംവഴി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ ഒരു വിടുതൽ ശുശ്രൂഷകന്റെ അടുക്കിലേക്ക് എത്തിക്കട്ടെ, ഒരു വിടുതൽ ശുശ്രൂഷകന്റെ അടുക്കിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും അടയാളങ്ങൾ നിങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഗൗരവമായി അതിനെ കൈകാര്യം ചെയ്യുക. ഇനി അല്ല, നിങ്ങൾ ഇതിനെ വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്ന് ചിന്തിക്കുക. മേൽക്കുമേൽ കഴിയും തോറും ഇത് ചികിത്സിക്കുന്നതിന് വളരെ പ്രയാസകരമായ ഒരളവിലേക്ക് മാറ്റപ്പെട്ടേക്കും. ഞാൻ പറഞ്ഞല്ലോ, 2011 ഞാൻ കണ്ടുമുട്ടിയ പെൺകുട്ടിയുടെ ജീവിതത്തിൽ 4 വർഷങ്ങൾ കൊണ്ട് അവളെ ഇത്രയധികം തകർത്തിട്ടു. നമ്മൾ പറയുന്നത് പോലും അവൾക്ക് കേൾക്കാൻ കഴിയാത്ത അളവിൽ അവരെ മാനസികമായി ബന്ധിക്കപ്പെട്ടിട്ടും കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ അപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഇത് സംഭവിച്ച 1-2 വർഷങ്ങൾക്കകത്ത്, അല്ലെങ്കിൽ ഇത് ഈ ഒരു അടയാളങ്ങൾ കണ്ടു തുടങ്ങി ആ വേഗത്തിൽ തന്നെ ഒരു വിടുതൽ ശുശ്രൂഷകന്റെ അടുക്കിലേക്ക് ഒരു പ്രാർത്ഥനകൾക്ക് അവർ പോയിരുന്നെങ്കിൽ ഇത്ര അധികമായി ആ വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിനും ഇത്രയധികം കഷ്ടങ്ങളും നഷ്ടങ്ങളും ക്ലേശങ്ങളും ജീവിതത്തിലെ വർഷങ്ങളൊക്കെ നഷ്ടമാകുന്നതിന് മുമ്പേ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഒരു എളിയ സഹോദരനെ പോലെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായി ഞാൻ ആവശ്യപ്പെടുന്നത്, ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ വേഗത്തിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക, വേഗത്തിൽ അതിനെതിരെ നിങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, വേഗത്തിൽ അത്തരത്തിലുള്ള ഭൂതങ്ങളെ പുറത്താക്കി കൈവിഷത്തിന്റെ സ്വാധീനത്തിൽ നിന്നും വിടുവിക്കപ്പെടാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ദൈവിക മഹസ്വരമായ രഹസ്യം, ആ ദൈവിക മർമ്മം, കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ അനേക ആൾക്കാർ കണ്ടുവന്നിരുന്ന മർമ്മം ഞാൻ ഇന്ന് പബ്ലിക്കായി മീഡിയയിലൂടെ തുറന്നു പറയുന്നു. എൻ്റെ പിതാവ്, ഇത് കേൾക്കുന്നവരുടെ കാതുകൾ തുറക്കട്ടെ, ഇത് കേൾക്കാൻ അവരുടെ ബുദ്ധി തുറക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥപ്പെടുന്നവരുടെ മേലിരിക്കുന്ന ഭൂതങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടട്ടെ, അത് പുറത്തു പോകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡെലിവറി സംഭവിക്കട്ടെ. അവരുടെ ഉദരത്തിനകത്തോട്ട് കയറിപ്പോയത് വായിലൂടെ ഒമിറ്റ് ചെയ്ത് വെളിയിൽ പോകട്ടെ. ഹല്ലേലൂയ. അത് ടോയ്ലറ്റിൽ പോയിട്ട് മറപ്പുരയിലെ
എന്ന പോണം അത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകട്ടെ. ഭൂതങ്ങൾ അവരുടെ ശരീരങ്ങളെ വിട്ടുമാറട്ടെ എന്ന് ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ഞാൻ അവയെ ബന്ധിച്ച് ആ ശരീരത്തിൽ നിന്ന് പുറത്താക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അത്ഭുത വിടുതലുകളെയും സൗഖ്യങ്ങളെയും കർത്താവ് വായിക്കട്ടെ. മഹത്വം മുഴുവൻ ഞങ്ങളുടെ സ്വർഗീയ പിതാവിന്. എൻ്റെ കർത്താവായ യേശുവേ, അങ്ങ് വരുമ്പോൾ കളങ്കമില്ലാത്തൊരു ശരീരത്തോടുകൂടി മാലിന്യമില്ലാത്ത ഒരു പുത്രത്വത്തിൻ്റെ അവകാശത്തിൽ നിൽക്കുന്ന ഒരു സഭയെയും അങ്ങ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇങ്ങനെയുള്ള വിടുതലിൻ്റെ മർമ്മങ്ങളുടെ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ കൺമഷങ്ങളെല്ലാം മാറ്റാം, നമ്മുടെ മാലിന്യങ്ങളെല്ലാം നമുക്ക് എടുത്തു കളയാം, നമുക്ക് പൂർണ്ണതയുള്ളവരായി പെർഫെക്റ്റായി പിശാചിൻ്റെ ഒരു ബന്ധനങ്ങളിൽ അകപ്പെടാത്ത സ്വാതന്ത്ര്യമുള്ളവരായി നമ്മുടെ കർത്താവിനെ എതിരേൽക്കാൻ തയ്യാറാകാം. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.